ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യയിലെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. സദ്യക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഓലൻ, കുമ്പളങ്ങ ഓലനാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ണൂർ സ്റ്റൈലിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചാനൽ ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് കുമ്പളങ്ങ ഒന്ന് അരിഞ്ഞെടുക്കണം. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ആ കുരുക്കളൊക്കെ നീക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു രീതിയിൽ വളരെ നേരിയതായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. അത് ഞാനൊരു കടായിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചട്ടിയിലോ കുക്കറിലോ ഏതിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അതേപോലെ 1.5 നേന്ത്രക്കായ തോലി കളഞ്ഞിട്ട് ഇതേപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. 1.5 നേന്ത്രക്കായാണ് ഇട്ട് കൊടുക്കുന്നത്. കുമ്പളങ്ങ ഞാനൊരു 250 ഗ്രാമോളം കട്ട് ചെയ്തതിന് ശേഷം അത്രയും ഉണ്ടായിട്ടുണ്ടാവും. അപ്പം ഇനി ഒരു 5-6 ഞങ്ങളിതിന് പയർന്നാണ് പറയുക, അച്ചിങ്ങ, ഈ ഒരു രീതിയിൽ നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. 5-6 എണ്ണം കട്ട് ചെയ്ത് എടുത്താൽ മതിയാവും. ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 4 പച്ചമുളകോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടവും കുറക്കുകയൊക്കെ ചെയ്യാം. പച്ചമുളക് ഇട്ടതിന് ശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് കുക്ക് ചെയ്ത് എടുക്കുന്നത്. നിങ്ങൾ കുക്കറിലാണ് കുക്ക് ചെയ്ത് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിക്കരുത്. ഒരു 1/2 കപ്പ്, 1/4 മുതൽ 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതിയാവും. വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ പ്രഷർ അപ്പം തന്നെ കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് വെള്ളവും ചേർത്തിട്ട് ഞാൻ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ കടായിലായതുകൊണ്ട് തന്നെ 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് കുക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളും നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി കിട്ടിയിട്ടുമുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ഒന്നുകിൽ അത് മാറ്റി എടുക്കണം. നമ്മൾ അവസാനം പാല് ചേർക്കുന്നതിന് മുന്നേയായിട്ട് എന്തായാലും ആ വെള്ളം ഒന്നുകിൽ വറ്റിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് മാറ്റണം. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുമുണ്ട്, വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് തേങ്ങയിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ വേണം ഈ പാലിരിക്കാൻ. അപ്പം അതുകൂടി ഒഴിച്ചിട്ട് ഒന്ന് തിള വരുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുന്നുണ്ട്. അധികം തിളപ്പിക്കരുത്, പിന്നെ പാല് ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് ഫൈനലി നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ, ഇതിൻ്റെ മാജിക് ഇൻഗ്രീഡിയൻ്റ് എന്നൊക്കെ പറയാം, 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മറക്കാതെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ അവസാനം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇനി ഇത് സെർവ് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വിളമ്പാവുന്നതാണ്. നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. ആ പച്ച വെളിച്ചെണ്ണയുടെയും തേങ്ങാപ്പാലിൻ്റെയും കറിവേപ്പിലയുടെയും ഒക്കെ ആ ഒരു ടേസ്റ്റ് എല്ലാം കൂടി വന്നിട്ട് നല്ലൊരു അടിപൊളി നാടൻ വിഭവമാണിത്. സദ്യയിൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കാൻ മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.